ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് 9th സ്റ്റാൻഡേർഡിലെ 7th ചാപ്റ്റർ ലബോറട്ടറി വിത്തിൻ ദ കമ്പ്യൂട്ടർ പരിചയപ്പെടാം. ഈ സെയിം ചാപ്റ്ററിൽ നമുക്ക് 3 സോഫ്റ്റ്വെയർസ് പരിചയപ്പെടേണ്ടതായിട്ടുണ്ട്. അതിൽ ഫസ്റ്റ് വൺ ജിയോജിബ്ര, ഒരു മാത്തമാറ്റിക്സ് ഓറിയൻറ്റഡ് ചാപ്റ്ററാണ്. ദെൻ സെക്കൻഡ് വൺ കാൽസ്യം, കെമിസ്ട്രി ആണ്. തേർഡ് വൺ ഫെറ്റ്. അതിൽ ഫസ്റ്റ് ജിയോജിബ്ര നമുക്കൊന്ന് ഓപ്പൺ ചെയ്യാം. ഷോ ആപ്ലിക്കേഷൻസിൽ ക്ലിക്ക് ചെയ്ത് ജിയോ എന്ന് സെർച്ച് ചെയ്യാം. ജിയോജിബ്രയിൽ നമുക്ക് ഫസ്റ്റ് ആക്ടിവിറ്റി വരുന്നത് പ്രോപ്പർട്ടീസ് ഓഫ് പാരലൽ ലൈൻസ് എന്നുള്ളതാണ്. അതായത് നമുക്ക് പാരലൽ ലൈൻസ് അല്ലെങ്കിൽ സമാന്തര രേഖകൾ എന്ന് പറയും. അതിൻ്റെ പ്രോപ്പർട്ടീസ് ജസ്റ്റ് ഈ ഒരു ഡിജിറ്റലി നമ്മളതിനെ പ്രൂവ് ചെയ്യുക എന്നുള്ളതാണ്. ഇതിൽ വരുന്നത് ഗ്രിഡ്സ് ആണ് ഈ കാണുന്നത്. ഇത് എക്സ് ആക്സിസ് ആൻഡ് ദിസ് വൺ വൈ ആക്സിസ്. ഇതിൽ നമ്മോട് പറഞ്ഞിട്ടുള്ളത് സെയിം ഡിസ്റ്റൻസിൽ വരുന്ന 4 പാരലൽ ലൈൻസിനെ വരയ്ക്കണം എന്നുള്ളതാണ്. അതിനുവേണ്ടി നമുക്ക് ഇവിടെ ഈ ഒരു 4th ടൂൾ സെറ്റിൽ നമുക്ക് കാണാം പാരലൽ ലൈൻ. ഈ പാരലൽ ലൈൻ എന്ന ടൂള് സെലക്ട് ചെയ്യുക. അതിൽ ഫസ്റ്റ് നമ്മൾ ജസ്റ്റ് ഒരു വൈ ആക്സിസ്, എക്സ് ആക്സിസ് ആണ് ഈ കാണുന്നത്. ഈ എക്സ് ആക്സിസിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് നമ്മുടെ മൗസ് ജസ്റ്റ് റിലീസ് ചെയ്താൽ തന്നെ ഇതിങ്ങനെ കാണുന്നതാണ്. എന്നിട്ട് നമുക്കിവിടെ ഒരു 1 സെൻറ്റിമീറ്റർ ഡിസ്റ്റൻസിലുള്ള ഒരു ലൈന് ജസ്റ്റ് വരക്കാം. ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വൈ ആക്സിസിൽ ഒരു പോയിൻ്റാണ് ജസ്റ്റ് ക്ലിക്ക് ചെയ്യുന്നത്. നമുക്ക് എവിടെ വേണമെങ്കിലും ക്ലിക്ക് ചെയ്യാം. ഒരു യൂണിഫോമിറ്റിക്ക് വേണ്ടി നമ്മളിങ്ങനെ ചെയ്യുന്നതാണ്. ഒരു പാരലൽ ഒരു ലൈന് നമ്മളിപ്പോൾ ഇവിടെ വരച്ചിട്ടുണ്ട്. അത് എക്സ് ആക്സിസിന് പാരലലാണ്. ഇതുപോലെ നമുക്ക് ഇതിന് സെയിം ഡിസ്റ്റൻസിൽ ഇതിന് പാരലായിട്ടുള്ള മറ്റൊരു ലൈന് കൂടി വരയ്ക്കണം. നമ്മുടെ ടൂൾ ഇവിടെ എനേബിൾ ചെയ്തിട്ടുണ്ട്, പാരലൽ ലൈൻ ടൂളാണ്. എന്നിട്ട് ഈ ലൈനിൽ ജസ്റ്റ് ഫസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു. എന്നിട്ട് നമ്മളൊരു പോയിൻ്റ് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അതേ രൂപത്തിൽ റിപ്പീറ്റ് ചെയ്യുക. ഇപ്പോൾ 3 പാരലൽ ലൈൻ വരച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ ലൈനിലും ജസ്റ്റ് ഒരു പോയിൻറ്റും മാർക്ക് ചെയ്താൽ നമുക്കിപ്പോൾ 4 പാരലൽ ലൈൻസ് കിട്ടിയിട്ടുണ്ട്. ഓക്കെ, ഇനി ഈ 4 പാരലൽ ലൈൻസിലൂടെയും പാസ് ചെയ്യുന്ന ഒരു പെർപെൻഡിക്കുലർ ലൈൻ വരയ്ക്കണം. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറഞ്ഞാൽ എല്ലാത്തിനെയും ജസ്റ്റ് ക്രോസ് ചെയ്ത് ഇതിലേക്ക് വരുന്ന ഒരു ലൈന് വരയ്ക്കണം. അപ്പോൾ ഇതിനെ ജസ്റ്റ് ഒന്ന് നമുക്ക് ക്രോസ് ചെയ്യാം. പെർപെൻഡിക്കുലർ ലൈൻ എന്ന് പറയുമ്പോൾ അത് 90 ഡിഗ്രി ആയിരിക്കും. ഇവിടെ നമ്മൾ ജസ്റ്റ് ഇതിനെ ക്രോസ് ചെയ്യുന്ന ഒരു സെഗ്മെൻ്റാണ് കൊടുക്കുന്നത്. ഈ ലൈൻ ടൂളിനകത്ത് നമുക്കൊരു സെഗ്മെൻറ്റ് ടൂൾ എന്ന് കാണാം. ഓക്കെ, ഈ സെഗ്മെൻറ്റ് ടൂള് യൂസ് ചെയ്തുകൊണ്ട് നമുക്ക് ജസ്റ്റ് ഈ ഒരു 0 ഡിഗ്രിയിൽ നിന്ന് നമുക്ക് തുടങ്ങാം. ജസ്റ്റ് ഒരു ഈ 6ൽ അവസാനിപ്പിച്ചിട്ടുള്ള ഈ ഒരു ലൈന് വരച്ചു. ഇത് നമുക്കറിയാം ഇതിനെ ക്രോസ് ചെയ്ത് പോകുന്ന ലൈനാണ്. ഓക്കെ, ഇനി നമുക്കിതിൻ്റെയൊക്കെ പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കണം. ഈ 2 ലൈൻസും കൂട്ടിമുട്ടുന്ന പോയിൻറ്റിനെയാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. അതിനുവേണ്ടി നമുക്ക് ഈ ഒരു ടൂളിനകത്ത്, ഈ പോയിൻ്റ് ടൂളിനകത്ത് ഒരു ഇൻ്റർസെക്റ്റ് ടൂള് കാണാം. ഓക്കെ, ഇൻ്റർസെക്റ്റ് ടൂള് സെലക്ട് ചെയ്യുന്നു. നമുക്ക് വേണമെങ്കിൽ ഇതിന് ജസ്റ്റ് ഇവിടെ പോയിട്ട് ക്ലിക്ക് ചെയ്യാം. അത് പെർഫെക്റ്റ് ആയിട്ട് കിട്ടാൻ നമുക്ക് ഏറ്റവും നല്ലത് ഈ 2 ലൈൻസിലും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു കേഴ്സർ, ഈ ഒരു സിമ്പൽ വരുന്ന സമയത്ത് വേണം നമ്മൾ ക്ലിക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഈ ഒരു ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. അതേപോലെ നമ്മൾ ക്രോസ് ചെയ്ത ലൈനിലും ക്ലിക്ക് ചെയ്യുന്നു. അപ്പോൾ ഇവിടെ നമുക്കൊരു പോയിൻ്റ് കാണാം. ഓക്കെ, അതേ രൂപത്തിൽ ഇതിൽ ക്ലിക്ക് ചെയ്യുന്നു. ഈ ഒരു ക്രോസ് ലൈനിൽ ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, ഈ രൂപത്തിൽ നമുക്ക് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ കണ്ടുപിടിക്കാവുന്നതാണ്. ഇതൊക്കെയാണ് പോയിൻ്റ് ഓഫ് ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് ജസ്റ്റ് ഒന്ന് നോക്കാം. അതിനുവേണ്ടി ഈ 8th ടൂൾ സെറ്റിൽ നമുക്കിവിടെ ഈ ആംഗിൾ ടൂളിനകത്ത് ഡിസ്റ്റൻസ് ഓർ ലെങ്ത്ത് എന്ന ടൂള് കാണാം. അത് സെലക്ട് ചെയ്ത ശേഷം ഈ 2 പോയിൻറ്റ്സ്, ഫസ്റ്റ് ദിസ് പോയിൻ്റ് ആൻഡ് ഈ പോയിൻ്റ്, ഈ 2 പോയിൻറ്റ്സിലും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് കിട്ടും. അതേ രൂപത്തിൽ വീണ്ടും ഈ ഫസ്റ്റ് പോയിൻറ്റിലും ഈ പോയിൻറ്റിലും ക്ലിക്ക് ചെയ്യാം. ഈ ഡിസ്റ്റൻസ് നമുക്കിവിടെ കാണുന്നതാണ്. ഓക്കെ, എഗെയിൻ ഈ പോയിൻറ്റിലും നെക്സ്റ്റ് പോയിൻറ്റിലും നമുക്കിതിൻ്റെയൊക്കെ ഡിസ്റ്റൻസ് കാണാം. വേണമെങ്കിൽ മൂവ് ടൂൾ യൂസ് ചെയ്ത് നമുക്കിതിനെ മൂവ് ചെയ്യാവുന്നതാണ്, ലൈൻസ് വിസിബിൾ ആകാൻ വേണ്ടിയിട്ട്. ഓക്കെ, ഇനി ഇപ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നുണ്ട് 1.3 ആണ് എല്ലാ ഡിസ്റ്റൻസും കാണിക്കുന്നത്. ഇനി വേണമെങ്കിൽ നമുക്ക് ഈ ഒരു ലൈന് ഇങ്ങനെ മൂവ് ചെയ്യുന്നതിനനുസരിച്ച് നമുക്ക് ആ മാറ്റം എത്ര നമ്മൾ മെഷർമെൻറ്റ് മാറിയാലും സെയിം
മെഷർമെൻറ്റാണ് കിട്ടുന്നത്. ഇങ്ങനെയുള്ള ഒരു ലൈൻ നമ്മളോട് വരക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. ഇതിനെ നമുക്ക് ഒന്നുകിൽ നോർമലി സേവ് ചെയ്യാം. ഫയലിൽ സേവ് എന്ന് കൊടുത്തിട്ട് ഇവിടെ പോയി നമ്മുടെ ഹോമിൽ ഏതാണോ നമ്മുടെ യൂസർ അത് സെലക്ട് ചെയ്ത് ഹോമിൽ നമുക്കുള്ള ഒരു ഫോൾഡറിൽ ഇവിടെ ജസ്റ്റ് പേര് കൊടുത്ത് നമുക്കതിനെ സേവ് ചെയ്യാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുത്തിട്ടും സേവ് ചെയ്യാം. അതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നമ്മൾ നെക്സ്റ്റ് വീഡിയോയിൽ പറയും. നെക്സ്റ്റ് സോഫ്റ്റ്വെയർ നമുക്ക് സ്ക്രീൻഷോട്ടാണ് ചെയ്യേണ്ടത്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ജിയോജിബ്ര എന്ന ഭാഗത്ത് മെയിനായിട്ട് നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി. ഓക്കെ, ക്ലിയർ? ഇനി നമുക്ക് ഈ സെയിം ചാപ്റ്ററിലുള്ള മറ്റ് സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം. ഈ കാൽസ്യം എന്നുള്ളത് നമ്മുടെ കെമിസ്ട്രി, അതായത് ഡിജിറ്റൽ പീരിയോഡിക് ടേബിളിനെ ഡിസ്ക്രൈബ് ചെയ്യുന്ന ഒരു ചാപ്റ്ററാണ്. ഡിജിറ്റൽ പീരിയോഡിക് ടേബിളിനെ കുറിച്ച് പഠിക്കാനും അതിൽ വരുന്ന പ്രോപ്പർട്ടീസും ഓരോ എലമെൻസിൻ്റെ പ്രോപ്പർട്ടീസും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനും വേണ്ടിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് കാൽസ്യം. അതൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓക്കെ, ഈ കാൽസ്യം സോഫ്റ്റ്വെയറിൽ നമുക്ക് പീരിയോഡിക് ടേബിളിൻ്റെ സ്റ്റഡിയാണ് മെയിനായിട്ട് നടത്താനുള്ളത്. അപ്പോൾ ഇങ്ങനെ നമ്മളൊരു കാൽസ്യം സോഫ്റ്റ്വെയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഇതിൽ നമ്മോട് ഒരു ക്വസ്റ്റ്യൻ വരുന്നത്, നമുക്ക് ഏതെങ്കിലും ഒരു എലമെൻറ്റിൻ്റെ ഡീറ്റെയിൽസ് നമ്മോട് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ട് അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാൻ വേണ്ടി പറയും. ഒരു വളരെ സിമ്പിളായിട്ടുള്ളൊരു ആക്ടിവിറ്റിയാണ്. അപ്പോൾ ഇതിൽ കണ്ടു നമ്മുടെ ഹൈഡ്രജൻ എന്നുള്ളതാണ് പറഞ്ഞിട്ടുള്ളതെങ്കിൽ ജസ്റ്റ് നമ്മൾ ഈ ഹൈഡ്രജൻ്റെ മുകളിൽ മൗസ് കേഴ്സർ വെക്കുന്ന സമയത്ത് ഇവിടെ നമുക്ക് ഈ ഹൈഡ്രജൻ്റെ അറ്റോമിക് നമ്പറും അതിൻ്റെ പേരും സിമ്പലും ഒക്കെ ഇവിടെ തന്നെ കാണിക്കുന്നുണ്ട്. ഇനി അതിൻ്റെ ഡീറ്റെയിൽസ് കിട്ടുന്നതിന് വേണ്ടി ജസ്റ്റ് ഇതിലൊന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു വിൻഡോ കാണാം. ഇതിൽ ഡാറ്റ ഓവർവ്യൂ എന്ന് കാണാം. ഇതിൽ നമുക്ക് പറഞ്ഞിട്ടുണ്ട് മെൽറ്റിംഗ് പോയിൻറ്റും ബോയിലിംഗ് പോയിൻ്റ് കാര്യങ്ങൾ എല്ലാ ഡീറ്റെയിൽസും ഇതിൽ കൊടുത്തിട്ടുണ്ട് ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ. അപ്പോൾ ഈ ഒരു ആക്ടിവിറ്റിയാണ് നമ്മോട് ചോദിക്കുന്നത് എങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ജസ്റ്റ് ഇങ്ങനെ ഒരു ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസ് എടുത്ത് വെക്കുക. എന്നിട്ട് ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് എപ്പോഴും സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാനാണ് പറയുക. നമ്മുടെ കീബോർഡിൽ പ്രിൻ്റ് സ്ക്രീൻ അല്ലെങ്കിൽ PRTSCR എന്നുള്ള ഒരു കീ കാണാം. നമ്മുടെ ഡിലീറ്റ്, ഇൻസേർട്ട്, ഹോം എന്നുള്ള ഒരു കീസ് വരുന്ന അതിൻ്റെ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് ആ ഒരു ഭാഗത്ത് കാണുന്നതാണ് കീബോർഡിൽ. അപ്പോൾ ഈ പ്രിൻ്റ് സ്ക്രീൻ എന്നുള്ളത് നമ്മൾ ജസ്റ്റ് കീബോർഡിൽ പ്രസ് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഭാഗം വരും. ഇതിൽ നമ്മൾ സ്ക്രീൻ എന്ന് സെലക്ട് ചെയ്താൽ കംപ്ലീറ്റ് സ്ക്രീൻ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കാം. സെലക്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഏതെങ്കിലും ഭാഗം മാത്രം സെലക്ട് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ നമ്മോട് ഇത്രയും, അല്ലെങ്കിൽ ചില ക്വസ്റ്റ്യനിൽ നമ്മോട് ഈ ഒരു ഹൈഡ്രജൻ ആറ്റത്തിൻ്റെ ഈ ഭാഗം മാത്രം എടുക്കാൻ വേണ്ടിയിട്ട് പറയും. അങ്ങനെയെങ്കിൽ ഏതാണോ നമ്മോട് പറഞ്ഞിട്ടുള്ളത് അത്രയും ഭാഗം നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം ഇതിൽ ഈ ഒരു ക്യാപ്ചർ ജസ്റ്റ് ഒരു ക്യാപ്ചർ ചെയ്യുക. ഇനി അത് നമുക്ക് നമ്മുടെ ഫയൽസിൽ, ഇവിടെ താഴെ ഫയൽസിൽ അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പിൽ ഹോമിൽ പോയാൽ അതിൽ പിക്ചേഴ്സ് എന്ന ഭാഗത്ത് ഒരു സ്ക്രീൻഷോട്ട് എന്നൊരു ഫോൾഡർ വന്നിട്ടുണ്ടാകും. ഓക്കെ, ആ സ്ക്രീൻഷോട്ട് ഫോൾഡറിൽ നമ്മളെടുത്ത സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാകും. ഇത് ഇപ്പം നമ്മൾ എടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട് ഇതാണ്. അത് നമ്മൾ ജസ്റ്റ് കോപ്പി ചെയ്ത് വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ഫോൾഡറിലേക്ക് പേസ്റ്റ് ചെയ്യാം. അത് എക്സാമിന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെയ്താൽ മതിയാകും. അതിന് ശേഷം അതിനെ നമ്മൾ റീനെയിം ചെയ്യുക. റൈറ്റ് ക്ലിക്ക് റീനെയിം കൊടുത്ത ശേഷം .png ഒഴിവാക്കാതെ നമുക്ക് നമ്മുടെ പേരിൽ സേവ് ചെയ്യാം. എക്സാമിനാവുമ്പോൾ നമ്മൾ രജിസ്റ്റർ നമ്പർ ആണ് കൊടുക്കേണ്ടത്. ഈ രൂപത്തിലാണ് നമ്മൾ സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യുന്നത്. ഓക്കെ, നമുക്കതൊരു ഇമേജ് രൂപത്തിൽ നമുക്കിങ്ങനെ കിട്ടുന്നതാണ്. ഇതാണ് ഒരു ആക്ടിവിറ്റി എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിൽ ആറ്റം മോഡലാണ് നമ്മോട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ ആറ്റം മോഡൽ ക്ലിക്ക് ചെയ്താൽ നമുക്കത് കാണാവുന്നതാണ്. അതുപോലെ തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് നമുക്കിതിനെ സേവ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് ഇതിനെ ഗ്രൂപ്പ് ബേസിൽ തിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള ഒരു കാര്യമാണ് ഇതിൽ പറയുന്നത്. അതായത് നമുക്ക് മെയിൻ ഗ്രൂപ്പ് എലമെൻസിനെ കണ്ടുപിടിക്കുന്നതിന് വേണ്ടിയിട്ട് ഈ കാൽസ്യം ഇതിൽ നമുക്ക്
സ്കീം എന്നുള്ള ഒരു ടാബ് കാണാം. ഓക്കെ, ഈ സ്കീം ടാബിൽ ഗ്രൂപ്പ്സ്, ഇതിപ്പോൾ അത് സെലക്റ്റഡ് ആണ്. അതായത് ഓരോ ഗ്രൂപ്പിൽ ആയിട്ടുള്ള ഒരു വ്യൂ ആണ് നമുക്ക് ഇതിൽ കിട്ടുന്നത്. ഓക്കെ, ഇതിവിടെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഓപ്പൺ ആയിട്ട് കിടക്കുകയായിരുന്നു. ഇത് ഇങ്ങനെ നണ്ണെന്ന് കൊടുത്തിട്ട് നമ്മൾ സ്കീമിൽ ഗ്രൂപ്പ്സ് സെലക്ട് ചെയ്തു. ഇതിൽ ഓരോ കളർ ബേസിൽ ഗ്രൂപ്പിൻ്റെ പേര് സെയിം കളറിലായിട്ട് കാണുന്നത് കാണാം. സെക്കൻഡ് ഗ്രൂപ്പ്, 12th ഗ്രൂപ്പ്, തേർഡ് ഗ്രൂപ്പ്, 13th ഗ്രൂപ്പ്, അങ്ങനെ. അപ്പോൾ ഈ ഒരു വ്യൂ ചെയ്തിട്ടും നമ്മോട് എന്ത് പറയും, സ്ക്രീൻഷോട്ട് എടുക്കാൻ പറയും. സ്ക്രീൻഷോട്ട് പ്രിൻ്റ് സ്ക്രീൻ എടുക്കുക. നമ്മൾ ആ ഭാഗം, ആവശ്യമുള്ള ഭാഗം മാത്രം സെലക്ട് ചെയ്യുക, ക്യാപ്ചർ കൊടുക്കുക. നേരത്തെ പറഞ്ഞ പോലെ പിക്ചേഴ്സിൽ പോയാൽ നമുക്കതിനെ കിട്ടും. പിന്നീട് ഇതുപോലെ തന്നെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഗ്രേഡിയൻസിൽ പോയിട്ട് നമ്മൾ സ്റ്റേറ്റ് ഓഫ് മാറ്റർ എന്ന് സെലക്ട് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? ഇവിടെ കണ്ടോ, സോളിഡ് സ്റ്റേറ്റിലുള്ള എലമെൻസിൻ്റെ കളറ്, ഈ ഒരു കളറിലുള്ളതെല്ലാം സോളിഡ് സ്റ്റേറ്റ് ആണ്. ലിക്വിഡ് സ്റ്റേറ്റ് ആണ് ഈ ബ്ലൂവിൽ കാണുന്നത്. വേപ്പർ സ്റ്റേറ്റിലുള്ളതാണ് ഈ ഗ്രീൻ. ഈ രൂപത്തിൽ നമുക്ക് എന്ത് കിട്ടും? സ്റ്റേറ്റിൻ്റെ ബേസിൽ എലമെൻസിനെ കാണാനാണ് ഈ ഒരു ഭാഗം, ഗ്രേഡിയൻസിൽ സ്റ്റേറ്റ് ഓഫ് മാറ്റർ. ഓക്കെ, ഒന്നത്. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു കാര്യം, നമുക്ക് ഓരോ എലമെൻസും എന്തിനാണ് യൂസ് ചെയ്യുന്നത് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട്, അതിനാണ് നമ്മൾ ഐക്കോണിക് വ്യൂ എന്ന് പറയുന്നത്. ഇതിൽ ഐക്കോണിക് വ്യൂ സ്കീമിൽ തന്നെ ഐക്കോണിക് എന്ന് സെലക്ട് ചെയ്താൽ നമുക്കിവിടെ ഹൈഡ്രജൻ എന്തിനാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ പിക്ചർ അടക്കം, ബാറ്ററി കണ്ടോ, അങ്ങനെയുള്ള പിക്ചേഴ്സ് അടക്കം ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ടെക്സ്റ്റ് ബുക്കിലുള്ളത് അത് ഫില്ല് ചെയ്യാനാണ്. ഓരോ എലമെൻറ്റും എന്തിന് യൂസ് ചെയ്യുന്നു, അതിൻ്റെ പീരിയോഡിക് ടേബിളിൽ അതിൻ്റെ പീരിയഡ് എത്രാമത്താണ്, ഗ്രൂപ്പ് എത്രാമത്താണൊക്കെ ഐഡൻറ്റിഫൈ ചെയ്യാനാണ്. ഇത്തരം കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ അവൈലബിൾ ആണ്. ഇതാണ് കാൽസ്യം സോഫ്റ്റ്വെയറിൽ. ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് നമുക്കിതിൽ പഠിക്കാനുള്ളത്. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് നോട്ട് ചെയ്ത് വെച്ച് അതിനെ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് സേവ് ചെയ്യാൻ കൂടി പഠിക്കാം. ഓക്കെ, അത്രയേ ഉള്ളൂ. ദെൻ നമുക്കിതിൽ വരുന്ന മറ്റൊരു സോഫ്റ്റ്വെയർ ഫിസിക്സ് ഓറിയൻറ്റഡ് സോഫ്റ്റ്വെയർ ആണ്. നേരത്തെ നമ്മൾ പറഞ്ഞു ഫെറ്റ്. ഈ ഫെറ്റ് എന്നുള്ളതൊരു സിമുലേഷൻ സോഫ്റ്റ്വെയർ ആണ്. ഓക്കെ, ഈ ഫെറ്റ് നമ്മൾ സെലക്ട് ചെയ്ത് ഇവിടെ നമുക്ക് ചെയ്യാനുള്ളത് ഫിസിക്സിലുള്ള ബെൻഡിങ് ലൈറ്റ് സിമുലേഷനാണ്. ബെൻഡിങ് ഓഫ് ലൈറ്റ് നമ്മൾ മുന്നേ ഫിസിക്സിൽ പഠിച്ചിട്ടുണ്ടാവും. അത് ഡിജിറ്റലി നമ്മളൊന്ന് കാണുക, എത്രയേ ഉള്ളൂ ഇതിൽ ചെയ്യാനുള്ളത്. അപ്പോൾ ഇതിൽ ഫിസിക്സ് എന്ന ഭാഗം സെലക്ട് ചെയ്യുക. അപ്പോൾ ഫിസിക്സിലുള്ള എക്സ്പെരിമെൻറ്റ്സ് നമുക്കിവിടെ കാണാവുന്നതാണ്. ഇതിൽ ബെൻഡിങ് ഓഫ് ലൈറ്റ് എന്ന് സെർച്ച് ചെയ്യുക. ഓക്കെ, ബെൻഡിങ് ലൈറ്റ്. ഇനി നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഒരു ടേബിൾ ഫിൽ ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ടേബിൾ 7.6. അതിൽ പറയുന്നത് നമ്മോട് ഓരോ മീഡിയം, എയർ, വാട്ടർ, ഓരോ മീഡിയത്തിലും വരുന്ന ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കാനാണ്. മീഡിയം സെലക്ട് ചെയ്തിട്ട് കൊടുക്കാനുള്ളതാണ്. ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. നമ്മതൊരു വെബ് ബ്രൗസറിലാണ് ഓപ്പൺ ആയിട്ട് വരിക. ഓക്കെ, ഇതിൽ ഇൻട്രോ എന്ന് സെലക്ട് ചെയ്യുക. അപ്പോൾ ഇതാണ് നമ്മുടെ ലൈറ്റ്. ഇത് ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ നമുക്ക് ലൈറ്റ് പാസ് ചെയ്യുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ മീഡിയം എയർ, ഇവിടെ മീഡിയം മാറ്റി കൊടുക്കാനുണ്ട്. നമ്മുടെ ഫസ്റ്റ് മീഡിയം എയറും സെക്കൻഡ് മീഡിയം വാട്ടറും. അപ്പോൾ അതിലുള്ള ആംഗിൾ ഓഫ് ഇൻസിഡൻസും ആംഗിൾ ഓഫ് റിഫ്രാക്ഷനും കണ്ടുപിടിക്കണം. അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഈ പ്രൊട്രാക്ടർ ഒന്ന് യൂസ് ചെയ്ത് ഇതിവിടെ പ്ലേസ് ചെയ്താൽ നമുക്കിവിടെ കിട്ടും. കണ്ടോ, ഇത് 45 ഡിഗ്രി ആൻഡ് ആംഗിൾ ഓഫ് റിഫ്രാക്ഷൻ 30 ഡിഗ്രി എന്നുള്ള രൂപത്തിൽ ഇതിൽ നമുക്ക് കാണാൻ പറ്റും. ഇനി നമ്മൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് ക്വസ്റ്റ്യനിൽ നമ്മളോട് പറയും ഏതൊക്കെയാണ് മീഡിയംസ്. ആ മീഡിയംസ് ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുകയാണ് വേണ്ടത്. ഇത് എയർ ആൻഡ്
എയർ, രണ്ടും എയർ ആവുമ്പോൾ എന്ത് മാറ്റമാണ് വരുന്നത്. എന്നിട്ട് നമ്മൾ ഈ ആംഗിൾ നോക്കിയിട്ട് അത് എഴുതിയെടുക്കുക. ഈ രൂപത്തിലാണ് ആക്ടിവിറ്റി ചെയ്യേണ്ടത്. അത് ടെക്സ്റ്റ് ബുക്കിൽ എക്സാമിനാകുമ്പോൾ നമ്മൾ ഈ ഒരു ഭാഗം സെലക്ട് ചെയ്ത് വെച്ചതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ സ്ക്രീൻഷോട്ട് എടുക്കുക, അതിനെ സേവ് ചെയ്യുക. അതിൻ്റെ മീഡിയവും കൂടെ കാണുന്ന രൂപത്തിൽ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നമ്മൾ അതിനെ സേവ് ചെയ്ത് ഹോമിൽ പോയി അല്ലെങ്കിൽ ഫയൽസിൽ പോയി അങ്ങനെ ഫയൽസ് എടുക്കാം. അല്ലെങ്കിൽ നമുക്കറിയാം ഇത് ജസ്റ്റ് മിനിമൈസ് ചെയ്ത് വെച്ചിട്ട് ഹോം ഫോൾഡറിൽ പോയിട്ട് പിക്ചേഴ്സ് എടുത്താൽ ആ സ്ക്രീൻഷോട്ടിൽ നമ്മളെ സ്ക്രീൻഷോട്ട് വന്നിട്ടുണ്ടാവും. ഓക്കെ, അതിനെ റീനെയിം ചെയ്താലും മതി. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു സോഫ്റ്റ്വെയറിൽ പഠിക്കേണ്ടത്. ഓക്കെ, ഇത്രയും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. താങ്ക് യു.